Hi, welcome back to Knowledge Vlogger. എൻ്റെ പേര് സ്റ്റെഫി. 8th question. Integral of 1 minus cos x divided by 1 plus cos x. ഓക്കെ, എന്താണ് 1 minus cos x? 1 minus cos x എന്ന് പറഞ്ഞാൽ എന്താ 2 sin square x by 2 ആണ്. ഓക്കെ, 1 plus cos x എന്ന് പറഞ്ഞാൽ 2 cos square x by 2. ഓക്കെ, റിസൾട്ട് ഓർത്ത് വെക്കണേ. ഇപ്പോൾ എന്താ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. 1 മൈനസ് കോസ് 2x എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ 2 കോസ് സ്ക്വയർ അല്ലേ. 1 പ്ലസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ഡി എക്സ്. രണ്ടിടത്തും 2 ഉണ്ട്, 2 ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എന്ത് വരും? സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്താ? ടാൻ സ്ക്വയർ എക്സ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എക്സിന് വരെ എക്സ് ബൈ 2. അപ്പം ഇൻ്റഗ്രൽ ഓഫ് ടാൻ സ്ക്വയർ എക്സ് ബൈ 2 ഡി എക്സ്. ടാൻ സ്ക്വയർ എക്സ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഡയറക്റ്റ് പറ്റാത്തതുകൊണ്ട് ടാൻ സ്ക്വയറിനെ നമുക്ക് സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് എഴുതാം. സോ സീക്ക് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് 1 ഡി എക്സ് ആണല്ലോ. ഈ സീക്ക് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ? ടാൻ എക്സ് ആണല്ലേ. സീക്ക് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ടാൻ എക്സ് ആണ്. അപ്പോൾ എന്ത് വരും? സീക്ക് സ്ക്വയർ എക്സ് ബൈ 2ൻ്റെ ഇൻ്റഗ്രൽ ടാൻ എക്സ് ബൈ 2 കഴിഞ്ഞോ? ഇല്ല, ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള 1/2നെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, മൈനസ് 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് പ്ലസ് സി അല്ലേ. 1/2 റെസിപ്രോക്കൽ ടു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു വരും അല്ലേ, ഇൻറ്റു 2 വരും. സോ 2 ടാൻ എക്സ് ബൈ 2 മൈനസ് എക്സ് പ്ലസ് സി. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പം ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.